അല്ലേ നമ്മളെ വീട്ടിൽ ഇതാ കൈതച്ചക്ക ഉണ്ടായിരിക്കുകയാണ്. ആദ്യത്തെ കൈതച്ചക്കയാണ്. നനയ്ക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ ശരിക്ക് ഇതിനധികം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആദ്യമായിട്ട് കേട്ടോ ഇത് മിണുങ്ങാന്നല്ലാതെ അതിൻ്റെ പൂവ് ഇങ്ങനെ ഒരു പൂവൊക്കെ ഉണ്ടെന്നപ്പോൾ ഒന്ന് കാണുന്നതാണ്. നീല കളറിലൊരു പുഷ്പം 4 പുറമുണ്ട്. ഇവിടെ നമ്മളിതാ ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നിട്ട് വീഡിയോ ഒരു പുഷ്പം ഇങ്ങനത്തെ ചെടികൾ നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല ഈ വല്ലവരും വീടിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ. അയ്യേ നാണക്കേട്. ചില ആൾക്കാർ ഇങ്ങനെ പറയണ കേൾക്കും, ആ വീടിൻ്റെ മുന്നിൽ പോയിട്ട് നല്ല ഭംഗിയുടെ ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ അങ്ങനെ പറയില്ലേ. എനിക്കിഷ്ടമല്ല അങ്ങനത്തെ ആൾക്കാരെയൊന്നും. നമ്മുടെ വീടിൻ്റെ മുന്നിൽ അല്ലാതെ വേറെ എവിടെയും പോയിട്ടൊന്നും ഫോട്ടോ എടുക്കില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം മുരിക്കും പൂവ്. ഇവിടെ അടുത്തൊരു വീട്ടിലുണ്ട്. ഇനി വിചാരിച്ച് മുരിക്കിൻ്റെ മേലെ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് നമ്മളീ പൂമരം, വാഗപ്പൂമരം എന്നൊക്കെ പറഞ്ഞ മാതിരി ഗുൽമോഹർ പൂക്കളൊക്കെ അല്ലേ എന്ന മാതിരി. മനസ്സിലായില്ലേ? പാലപ്പൂവ്, മുരിക്കുമ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന പൂക്കളാണ്. എന്തറിയില്ല എന്തോ. ഇപ്പോൾ മാർച്ച് മാസമാണ്. ഇപ്പോഴാണ് മുരുക്കുകൾ പൂക്കുക. മുരുക്ക് പൂത്ത് നിൽക്കണ നല്ല ഭംഗിയാണ്. അതായത് ക്യാമറ കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഒരു പ്രത്യേക ഭംഗിയാണ് അതിൽ ധാരാളം കുരുവികൾ ഇപ്പോൾ വരും. അതായത് നമ്മളെ ആ സൂചിമാരി കൊക്കുള്ളൊരു കുരുവിയൊക്കെ ഉണ്ട്. ചെമ്പരത്തിമേലൊക്കെ അധികം വരുന്നുണ്ട്. അവരൊക്കെ വരും. നമ്മളെ അണ്ണക്കുട്ടീനെ കാണാനില്ല. ഇവപ്പോൾ എവിടെ പോയി നോക്കണം. എടുത്തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും, മിസ്സാവും. അതാണ് ചില സമയത്ത് നമ്മൾ എടുത്ത് വയ്ക്കുന്നത്. ഇത് നമ്മളൊരു പാട്ട് പാടുകയാണ്. ഇതിനകത്ത് കിളി വന്നു കുഞ്ചിയ ജാലകവാടി കളിയായി ചാരിയതാരേ മുടിയിഴ കോതിയ കാറ്റിൻ മൊഴി മധുവായി മാറിയതാ.